വെച്ചിട്ട് ഒരു 6000 രൂപ തരണം. 6000 രൂപയോ? നീ എന്താ തമാശ പറയാ? അത്രയും കിട്ടിയില്ലെങ്കിൽ ഞാൻ കെട്ടിത്തൂങ്ങിച്ചാകും. ഉറപ്പാണോ? മുതലാളി ഈ കിടക്കണ മരങ്ങളുമാണ് സത്യം. എന്തായാലും ഈ കണ്ടീഷനിൽ നിന്നെ ചാകാൻ വിടാൻ പറ്റില്ല. കാശ് തരാന്ന് വെച്ചാ അതിനുണ്ട് ചില പ്രയാസങ്ങള്. കാശ് കിട്ടിയില്ലെങ്കിൽ എന്റെ ശവം അമ്പലക്കുളത്തിൽ പൊങ്ങും. അതെങ്ങനെയാടാ തൂങ്ങിച്ചത്തവന്റെ ശവം അമ്പലക്കുളത്തിൽ പൊങ്ങുന്നത്? മുതലാളി ഈ കാശ് ബാങ്കിൽ അടക്കാനാ. അടച്ചില്ലെങ്കിൽ എന്റെ വീടും പറമ്പും ജപ്തി ചെയ്ത് പോവും. സത്യാണോ നീ പറയണേ? എങ്കിൽ കാശ് തരാം. മുതലാളി തോട്ടുംകരയിലെ ദൈവ. ഇതാ സ്വർണം. അയ്യേ, എനിക്കിതൊന്നും വേണ്ട. എങ്കിൽ എനിക്ക് കാശും വേണ്ട. ഓഹോ, ഇതിപ്പോ വലിയ പുലിവാലായില്ലോ. എടാ നീല, ഈ സ്വർണ്ണപ്പണ്ടം വാങ്ങി കടം കൊടുക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ലാന്ന് നിനക്കറിയാലോ. അറിയാ മുതലാളി. മുതലാളി എനിക്ക് ഒത്തിരി കാശ് തന്നിട്ടുള്ളതല്ലേ. എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയാ. ഇത് പിടിച്ചേ. ഗുസ്തി മത്സരം കഴിയുമ്പോൾ ഞാൻ എടുപ്പിച്ചോളാം. വിറ്റെന്നാണ് എനിക്ക് അറിയേണ്ടത്. പറയേ, അറിഞ്ഞാൽ ആർക്കാ കൊണ്ടേ കൊടുത്തത്? ഷാപ്പിലാണോ? അല്ല. പിന്നെ എവിടെ കൊണ്ടേ വിറ്റ് തൊലച്ചു? വിറ്റിട്ടില്ല. സാവണി മുതലാളിക്ക് പണം വെച്ചിരിക്കുക. എനിക്ക് അറിഞ്ഞാൽ ഇപ്പൊ കിട്ടണം. അത് നടക്കില്ല സാവിത്രി. എന്തുകൊണ്ട്? ആ കാശ് ബാങ്കിൽ അടച്ചു. ബാങ്കിലോ? ബാങ്കിൽ അടച്ചില്ലെങ്കിൽ ഇന്ന് ഈ വീട് ജപ്തി ചെയ്യുന്നു പറഞ്ഞു. ഓഹോ, അപ്പൊ വീട് പണയം വെച്ച് നിങ്ങൾ കടം വാങ്ങിച്ചല്ലേ? ഗതികേടിന്റെ നേരത്ത്. ഇനി ഗതികേട് വരുമ്പോ എന്നെ നിങ്ങൾ പണയം വെക്കും. ഇങ്ങനെ ചങ്കി കൊള്ളണ വർത്താനം പറയല്ലേ സാവിത്രി. അരഞ്ഞാണ് പണയം വെച്ചപ്പോ എന്നെ പണയം വെച്ചതിന് തുല്യം. അരഞ്ഞാണത്തിന്റെ ബല നിങ്ങൾക്കറിയില്ല സാവിത്രി. വേണ്ട, ഒന്നും പറയണ്ട.